പൊന്നാനി TV ജംഗ്ഷനിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. പുതിയ മാറ്റങ്ങൾ കാണുന്നുണ്ട്, വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ നടക്കുന്ന കാഴ്ചയാണ്. ഈ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് റോഡ് റോളറൊക്കെ വെച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഹനങ്ങൾ ഈ റോഡിലൂടെ തന്നെയാണ് പോകുന്നത്. കാണാം നമുക്ക് ബസ്സൊക്കെ പോകുന്നത്. ഇവിടെ പൊടിയൊക്കെ അടിച്ച് നീക്കുന്നുണ്ട്. ഈ ഭാഗത്തൂടെയാണ് നമുക്ക് ഹൈവേക്ക് ഐങ്കലം ഭാഗത്തേക്ക് കയറി പോകാനുള്ള ഒരു വഴി. പൊടി അടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ വയ്യ. ഇവിടെയുള്ള ഓവർപാസിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കുകൾ പുതുതായിട്ട് ഡ്രെയിനേജിന്റെ വർക്കുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇത് പുതിയൊരു കാഴ്ചയാണ്. ഇങ്ങനെയൊന്നും കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഇവിടെ വർക്കുകളൊന്നും ചെയ്തതായി കാണുന്നില്ലായിരുന്നു. ഇവിടെ പുതിയൊരു ഡ്രൈനേജ് സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഉള്ളില് കുറെ മണ്ണുകളൊക്കെ കൂട്ടിയിട്ടത് കാണുന്നുണ്ട്. വർക്കൊക്കെ ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതുപോലെ മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. പൊന്നാനി ജംഗ്ഷനിൽ പൊന്നാനി ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്നത്. എടപ്പാൾ പോകുന്ന ഭാഗത്തൊക്കെ ആ ഭാഗത്തൊക്കെ ഇനി റോഡ് കുറേ വർക്ക് ചെയ്യാനുണ്ട്, ടാറിങ് ചെയ്യാനുണ്ട്. പഴയ റോഡിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഭാഗങ്ങളിൽ കണ്ടില്ലേ, ബസ്സൊക്കെ പോകുന്ന ആ ഭാഗത്തൊന്നും ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സൈഡിൽ മുകൾ ഭാഗത്തൊക്കെ ഗ്രൈൻഡിങ് അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് പോവേണ്ടത് പൊന്നാനി, പുതുപൊന്നാനി, വെളിയങ്കോട് ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. വാഹനങ്ങളും ഇതിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കനോലി കനാലിൻ്റെ മുകളിൽ ഇവിടെ വരുന്ന പാലത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ കാണാം നമുക്ക് ഈ ഫുട്പാത്തിൻ്റെ ഭാഗത്തൊക്കെ കട്ട വിരിച്ചിട്ടുണ്ട്. അവിടെ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള മീൻ നാറ്റാണ്. അവിടെ മീൻ കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്ന സമയത്തൊക്കെ നോക്കിയിരുന്ന ഒരു കാര്യം, ഇവിടെ ഈ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളായിരുന്നു. ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് അവിടെയും കുറച്ചുകൂടെ വർക്കുകൾ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഭാഗത്തുള്ള ഷീറ്റുകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് കാണാം മണ്ണ് ലെവൽ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ബാക്കി എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടന്നിരുന്നു. അങ്ങോട്ടൊക്കെ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാറ്റം തന്നെയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഷീറ്റുകളൊക്കെ കൊണ്ട് ഇനി മണ്ണുകളൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ട്. അങ്ങനെ വൃത്തിയാക്കാനുള്ള വർക്കുകളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ഇനി കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ അങ്ങോട്ടുള്ള പലകയൊക്കെ അടിക്കാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെ പോകുന്നുണ്ട്. ഇനി ഇവിടെ ഈ ട്രാക്ക് ലൈൻ മാർക്കിങ് ചെയ്യാനുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ റോഡൊക്കെ താഴ്ന്നു പോയതായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുതുപൊന്നാനി ഭാഗത്തേക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് പുതിയ മാറ്റങ്ങൾ എന്താണ് വന്നിട്ടുള്ളത്. രണ്ട് പാലങ്ങളൊക്കെ വന്നില്ല. ഒരു പഴയ പാലം പുതുതാക്കി ഉണ്ടാക്കിയതാണ്. പഴയ പാലത്തെ റീവർക്കൊക്കെ ചെയ്തിട്ട് അതിലൂടെ വാഹനങ്ങൾ പോകുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കാം. നമുക്ക് തുറന്നു കൊടുത്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വീഡിയോ വലിച്ചു നീട്ടി കുറേ നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് തരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് യാത്രകൾ മുന്നോട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാഹനങ്ങളുടെ സ്പീഡ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ക്യാമറ ഒക്കെ ഓണായിട്ടുണ്ട്. അപ്പൊ രണ്ട് പാലത്തിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഈ ഭാഗത്തായിരുന്നു ഈ ഡിവൈഡർ ഇങ്ങനെ പുതുതായിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കാണാം. നമുക്ക് ഈ ഭാഗത്തൂടെ ആയിരുന്നു വാഹനങ്ങൾ അങ്ങോട്ട് അപ്പുറത്തെ പുതിയ പാലത്തിലേക്ക് കയറിപ്പോയിന്ന്. ആ ഭാഗമൊക്കെ അടച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ പാലം പുതുക്കി പണിത ആ ഭാഗത്തൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം.
അപ്പോൾ പാലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. പാലത്തിന്റെ ഭാഗത്ത് വരുന്ന മുൻഭാഗത്തൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിന്റെ പേര് ഇതുവരേക്ക് എനിക്ക് അറിയില്ലായിരുന്നു. ഇതാണ് കാഞ്ഞിരമുക്ക് പാലം എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ പേരൊക്കെ അവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. പാലത്തിന്റെ മുകളിലൂടെ പോകുമ്പോൾ ചെറുതായിട്ട് ചാടിയാണ് പോകുന്നത്. എന്താ അറിയില്ല, കോൺക്രീറ്റ് ചെയ്തതിന്റെ ആ ഒരു ഡിസൈനൊക്കെ അങ്ങനെ ആയിട്ടാണെന്ന് തോന്നുന്നത്. അതിന്റെ മുകളിൽ ടാറിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ടായിരിക്കാം ചെറിയൊരു ചാട്ടമുണ്ട്. വണ്ടി ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. ഇനി നമുക്ക് വെളിയങ്കോട് ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ വെളിയങ്കോട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ഭാഗം. അതും വളരെ നേരത്തെ തന്നെ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വളരെ കുറഞ്ഞ ഫിനിഷിങ് വർക്കുകൾ മാത്രമായിരിക്കും. അപ്പം നമുക്ക് എന്താ ഇവിടെ നോക്കാം. വെളിയങ്കോട് എത്തിയിട്ടുണ്ട്. വെളിയങ്കോട് വരുമ്പോൾ ക്യാമറ ഒക്കെ കൊടുക്കുന്ന ഭാഗത്തുള്ള ഈ ഭാഗത്ത് എന്തൊക്കെയോ ക്ലിയർ ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. അവര് ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. ഇതിന്റെ തൊട്ടടുത്ത ഭാഗത്ത് കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഭാഗത്ത് ആ ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ഇങ്ങനെ ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ക്ലിയർ ചെയ്യുന്ന വർക്കാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ഇനി കുറച്ച് ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ പെയിന്റ് ചെയ്യാനുണ്ട്. വെള്ളയും കറുപ്പും ഇങ്ങനെയുള്ള ഭാഗത്ത് പെയിന്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ലോറിയിൽ വന്നിട്ടാണ് അവർ ചെയ്യുന്നത്. ഇവിടെ ഒരു സുഹൃത്തിന്റെ വണ്ടി പെട്ടെന്ന് റോട്ടിൽ നിന്ന് പഞ്ചറായി. ഇതാണ് നമ്മൾ ഇങ്ങനെയുള്ള റോട്ടിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ നല്ല ടയറുള്ള വണ്ടി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സെൻറ്ററിലൊക്കെ പഞ്ചറായിട്ടുണ്ട്. ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ തട്ടിയിട്ട് നമ്മൾ വീണ്ടും ആക്സിഡൻറ്റിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നല്ല ടയറുള്ള വണ്ടിയൊക്കെ ആയിട്ട് ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ താഴ്ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി പഞ്ചറൊക്കെ അടിച്ചു. ഇവിടെ കാണാം. ഇനി ആളുകൾ കയറി പോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാ സമയത്തും ആളുകളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ പറഞ്ഞാൽ ആളുകൾ വണ്ടിയൊന്നും നിർത്താൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ നല്ല ടയറിട്ട് വണ്ടി ഓടിക്കുക. അപ്പം ഞാൻ പാലപ്പെട്ടി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. താഴ്ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് തരിക എന്നുള്ള ഇതിൽ വന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.